മാറുന്ന കാലത്തിനൊപ്പം നമ്മുടെ ജീവിതശൈലിയും തീരുമാനങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് വലിയൊരു വിപ്ലവം നടക്കുന്നു എന്നത് തന്നെയാണ്. പണ്ട് 20കളുടെ തുടക്കത്തിൽ അമ്മമാരാവാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീകൾ ഇന്ന് തങ്ങളുടെ 30കളിലേക്ക് ആ തീരുമാനം മാറ്റിവെക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നല്ലേ നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹിയിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരിൽ സിംഹഭാഗം 25 മുതൽ 29 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ്. അതായത് ഏകദേശം 37% പ്രസവങ്ങളും ഈ പ്രായപരിധിയിലാണ് നടക്കുന്നത്. അതെ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമ്മമാരുടെ പ്രായം തന്നെയാണ്. 2005-ൽ 20 മുതൽ 24 വയസ്സ് വരെയുള്ള പ്രായത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടന്നിരുന്നത്, ഏകദേശം 46%. എന്നാൽ ഇന്ന് അത് 27%-ആയി കുറഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം പ്രായം കുറഞ്ഞ അമ്മമാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഈ കണക്കുകൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. 30കളിൽ അമ്മമാരാകുന്നവരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവാണത്. 30 മുതൽ 34 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം 2005-ൽ വെറും 9.9% ആയിരുന്നുവെങ്കിൽ 2024-ൽ അത് 24.6%-ആയി ഉയർന്നു. അതായത് ഡൽഹിയിൽ ജനിക്കുന്ന 4-ൽ ഒരു കുഞ്ഞിന്റെ അമ്മയ്ക്ക് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. മാത്രമല്ല 35 വയസ്സിന് ശേഷം പ്രസവിക്കുന്നവരുടെ എണ്ണം 2.7%-ൽ നിന്ന് 8.9%-ലേക്ക് കുതിച്ചുയർന്നു എന്നതാണ്. കരിയർ പടുത്തുയർത്തുന്നതിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾ നൽകുന്ന മുൻഗണനയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ യുവതികൾ അമ്മമാരാകാൻ 20കളുടെ അവസാനം തിരഞ്ഞെടുക്കുന്നത് എന്നല്ലേ? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വിദ്യാഭ്യാസവും കരിയറും തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ഒരു നിശ്ചിത നിലയിൽ എത്തിയ ശേഷം മാത്രം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ വിവാഹപ്രായത്തിൽ വന്ന മാറ്റവുമുണ്ട്. വിവാഹം കഴിക്കുന്ന ശരാശരി പ്രായം 25-നും 30-നും ഇടയിലേക്ക് മാറിയിരിക്കുന്നു. സ്വന്തം കാലിൽ നിന്ന ശേഷം മാത്രം ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം അമ്മമാരായപ്പോൾ ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന മുൻ തലമുറയുടെ അനുഭവങ്ങളും ഇന്നത്തെ സ്ത്രീകളെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് തന്റേതായ ഒരു ഐഡന്റിറ്റി വേണം എന്ന ബോധം യുവതികളിൽ ശക്തമാണ്. കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നെങ്കിലും വൈകിയുള്ള പ്രസവം ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നതാണ് സത്യം. അതിനാൽ തന്നെ 30കൾക്ക് ശേഷം ഗർഭധാരണം നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡൽഹിയിലെ ആശുപത്രികളിൽ ഹൈറിസ്ക് ഗർഭധാരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് കണ്ടുവരുന്നു എന്നത് ഇതിന് ഉദാഹരണമാണ്. എങ്കിലും ഇതിന് മറുവശമുണ്ട്. പ്രായപൂർത്തിയായ ശേഷമുള്ള മാതൃത്വം സ്ത്രീകളിൽ മാനസികമായ പക്വതയും കുട്ടികളെ വളർത്തുന്നതിൽ കൂടുതൽ ക്ഷമയും നൽകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 30കളിലെ ഗർഭധാരണം ഇന്ന് പണ്ടത്തെ പോലെ അത്ര ഭയാനകമല്ല. ഡൽഹിയിലെ ഈ മാറ്റം കേവലം ഒരു നഗരത്തിലെ മാത്രം മാറ്റമല്ല, മറിച്ച് മാറുന്ന ഇന്ത്യയുടെ നേർചിത്രമാണ്. ജനന നിരക്കിലെ കുറവും പ്രായം കൂടിയ അമ്മമാരുടെ വർധനവും ഭാവിയിൽ ജനസംഖ്യാ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എങ്കിലും ഒരു കുഞ്ഞ് എപ്പോൾ വേണമെന്നത് ഓരോ സ്ത്രീയുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തെ ബഹുമാനിക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണം. കരിയറും കുടുംബവും ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഡൽഹി ഗവൺമെന്റിന്റെ ഈ കണക്കുകൾ നൽകുന്നത് പുതിയൊരു ദിശാബോധമാണ്.